സുരച്ചേട്ടന്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്. സുരൊറ്റയ്ക്കുള്ളോ? ഇതെന്താ ഇവന്മാർ കിടന്നുറങ്ങണം? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല കിടക്കുന്നില്ലേ? റെജോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പുന്നതിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? ആ അവൻ്റെ മറ്റടുത്ത വിശ്വാസം. സൂക്ഷിച്ച് കളിച്ചോണം, ഇനി കൈ വന്നോളൂ. ഇത് കഷ്ടം. മുടിയാനായിട്ട് കട്ടനായിരുന്നു. തേറ്റ് തെരിപ്പിച്ച് തേണ്ടി. ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും. തീർന്നു. മോനൊരു 10 രൂപ തന്നെ. ഒരു പ്രാവശ്യം ചേട്ടാ എനിക്ക് കാശ് തരാൻ പറ്റട്ടെ. കാശില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകും. വെറുതെ മനുഷ്യൻ മുഴുവൻ കളിച്ച് കളഞ്ഞല്ലോ. ഞാൻ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാം. പന്നെ കുറെ നേരമായാലും മേത്തോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ മണി കയറിയിരി. ബാക്കിയുള്ള കയ്യിലെ കാശ് തീർത്ത് പറക്കത്തില്ലാത്ത ആരാടാ സുധ ഇത്? ഞാൻ ദുബായ് കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. പോയിക്കിടന്ന് ഉറങ്ങണ. എടോ ചീട്ടിടാ. എടാ കാശ് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങാ. എനിക്ക് അഞ്ചുനെ കിടന്നേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നടാ. ആണോ? എന്നാ വിഷമത്തിൽ ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ. അതെങ്കിലും നടക്കട്ടെ. കുഞ്ഞപ്പനാ സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു 10 രൂപ വണ്ടിക്കൂലി. വീട്ടിൽ പോയിച്ചു വരാനാ. ഇല്ലില്ല ഒന്നുമില്ല. പോടോ. കുഴപ്പമില്ല, കുഞ്ഞപ്പൻ പോയിച്ചു തരാം കേട്ടാ. ഇന്നലെ ഒടുക്കലത്ത് ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്. പിന്നെ പൂട്ടിയുടെ ഇതിനകത്ത് തന്നെ ശ്രീധരൻ കൊടുക്കാനുള്ള സ്വർണ്ണവും കൊണ്ടോ വെച്ചേക്കോന്നു. ആർക്കറിയാം, ചിലപ്പോ അതും കാണും. അങ്ങനത്തെ ആളുകളാ. ബുർജ് ഖലീഫ പോലും 24 hours ഓപ്പണാ, നോൺ സ്റ്റോപ്പ്. അപ്പൊ ഈ മറ്റവനാണ് ഇത് പൂട്ടിയിട്ടത്. ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. ആണെന്നേ. അവനല്ലേ ആ സുഗതൻ, അവനായിരിക്കും നിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റിയില്ല, തീർന്നില്ലേ? അവന് സഹദേവനെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹദേവനാണ് കളി.
പരിപാടി കിട്ടാനായിട്ടൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ഓ ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടകണ്ണായിട്ടില്ലേ? അതെ, ഞാൻ ഏറ്റേക്കാം. 1-2 ഗ്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് വരണ്ടെന്ന് തോന്നുന്നു. സലേ, നാളെ കുറച്ച് നേരത്തെ എണീക്കണം. ഒരുപാട് പണിയുള്ളതാണ്. കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. ടൂറാണ് ഒരു കക്കൂസ്. പിന്നെ 100 കക്കൂസ് ഉണ്ടാക്കിയിടാൻ പറ്റൂ. ദുബായിലെ ഒരാൾക്ക് 3. ആ സകലവാ 2 പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അഞ്ചാവനല്ലേ, മാറിയിട്ടൊന്നുമല്ലോ. ഓക്കെയാണ്. വാ, ഒരു സെറ്റ് ഇതോ തരാവേ. നന്ദി വേണം, നന്ദി. കറക്റ്റ് സമയമല്ലേ? സർ പ്ലീസ് സർ. അവൻ ചില്ലറക്കാരനൊന്നും എപ്പോഴും തെറിക്കലാണ്. മകനായിട്ട് തന്നെ അച്ഛന്റെ കളി പറപ്പിക്കും. പാറക്കട്ര. ഈ സാരി എവിടെ മേടിച്ചേ? പൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി. അത് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെ ചേച്ചി, കൊറേ നേരമായില്ലേ, ഞങ്ങൾ നിർത്തട്ടെ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, തീർത്തിട്ട് വിടാം. ഒന്ന് പോയടേക്കാ ചേച്ചി. ഇത് ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഇനി ആർക്കെങ്കിലും തെക്കാനുണ്ടോ? തെക്കാൻ വേണ്ടി എടുത്തിട്ട് വാ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ? എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കില്ല. ഇതെന്താ കുളിക്കുന്നില്ലേ? എടി, അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ? എനിക്കൊന്ന് വാക്കുസി പോണം. ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ നിറച്ചുണ്ട്. സജിതേച്ചെന്ന് തോന്നണേ. ഇറങ്ങട്ടെ, കുറെ പേര് കേറിയതാ, കുഴപ്പമില്ലല്ലോ. ചേച്ചി പൂ വന്നോ? ഹലോ കിരൺ, ചേച്ചി കത്രിക എടുത്തു. കേട്ടില്ല? തൊടല്ലേ, കവര് സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കേടാ. എന്ന് വെച്ചടാ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം സാധനം കിട്ടുമ്പോ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ല കേട്ടോ. എടാ, മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തോ, അല്ലെങ്കിൽ കുന്തം കുടച്ചക്കുറോ എല്ലാം കൂടെ എടുത്ത് ഞാൻ തൂട്ടിക്കളയും. ജയൻ ചേട്ടാ, ചേട്ടന് ഇതെവിടെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന്. ചേട്ടാ, കെട്ടറൊക്കെ പൊട്ടുവോ? പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം. ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴിയാൻ പറഞ്ഞ വിളിക്കായിരുന്ന. എൻ്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ?
ഞാൻ മാറ്റിത്തരാം. ഒന്ന് പറയാം പ്ലീസ്. എന്റെ ഊരാണ് സാർ കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ. സുഗത എടാ ഒന്ന് ഇറങ്ങണം സുഗത. തോക്കിന് ഒരു മാറ്റവും ഇല്ല. രമേശ ഒന്നൊന്ന് സഹായിക്കടാ. സെറ്റാണ് ശാന്തി. ശാന്തി അന്വേഷിച്ചിരുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലോ, ചില സാധനങ്ങളില്ല. 5 ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ആപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനാ? ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ. പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും. തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എന്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലിപ്പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതെന്റെ പോട്ടിയിടും. ഇതിനത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ എല്ലാം.